കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, വിശ്വാസ വഴിയിലെ ഒരു ക്രൈസ്തവൻ്റെ ഏറ്റവും വലിയ ആയുധം ഏതെന്ന് തിരിച്ചറിയാതെ പോയാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെറിയ ഉടവാളുകളെ ആശ്രയിക്കുന്നവരായി നമ്മൾ മാറാറുണ്ട്. അതൊരുപാട് നമ്മുടെ കൂടെയുള്ളവർക്ക് മുറിവ് സൃഷ്ടിക്കുന്ന ഉടവാളുകളായിട്ട് അത് മാറുകയും ചെയ്യുന്നു. നമ്മൾ ഏലിയ സ്ലീവ മൂശ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രൈസ്തവൻ്റെ ഏറ്റവും വലിയ ആയുധം കുരിശാണ്. വിശുദ്ധ കുരിശിലാണ് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കേണ്ടത്. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കുരിശുകളെയെല്ലാം തന്നെ ആ വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണത്തോടെ അഭിമുഖീകരിക്കുവാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു രക്ഷ സ്വന്തമാക്കുവാനും നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ കുരിശിൽ ആശ്രയിക്കാതെ സംരക്ഷണം നമ്മൾ കണ്ടെത്തിയില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ ചെറിയ ആയുധങ്ങളെ ആശ്രയിക്കും, ചില ഉടവാളുകളെ ആശ്രയിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ, അമിതമായി അകാരണമായി ദേഷ്യപ്പെടുന്നത് ഇതുപോലെയുള്ള ഒരു ഉടവാളിന് ഉദാഹരണമാണ്. നമുക്ക് സുരക്ഷാ ഭീഷണി നേരിടുമ്പോൾ പലപ്പോഴും അതിനെ അതിജീവിക്കുവാനോ അതിനെ ചെറുക്കുവാനോ നമ്മൾ അമിതമായി ദേഷ്യപ്പെടുന്നു, അകാരണമായി ദേഷ്യപ്പെടുന്നു. അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ പദപ്രയോഗങ്ങളെയോ അവരുടെ വാക്കുകളെയോ ഖണ്ഡിക്കുവാനായിട്ട് പലപ്പോഴും പഴയകാല അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ചകഞ്ഞെടുത്ത ചില വാക്കുകൾ, പ്രത്യേകമായ പദപ്രയോഗങ്ങളുടെ ഉപയോഗം ഇതുപോലെയുള്ള ഉടവാളിന് മറ്റൊരു ഉദാഹരണമാണ്. അവരനെ കുത്തിനോവിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, അതുമല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തെ താഴ്ത്തിക്കെട്ടിയുള്ള ചില പെരുമാറ്റങ്ങളും വാക്കുകളും, ഇതെല്ലാം തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ആയുധങ്ങളാണ്, ഉടവാളുകളാണ്. പക്ഷെ അതെല്ലാം തന്നെ നമ്മുടെ കൂടെയുള്ളവരിൽ മനസ്സിന് ക്ഷതമേൽപ്പിക്കുന്ന, മുറിവുകൾ ഏൽപ്പിക്കുന്ന അനുഭവങ്ങളായി മാറുകയും ബന്ധങ്ങളിൽ വലിയ അകൽച്ചകൾ സംഭവിക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവൻ്റെ ഏറ്റവും വലിയ ആയുധം വിശുദ്ധ കുരിശാണ്. പ്രിയം നിറഞ്ഞവരെ, ആ കുരിശിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും വിഷമങ്ങളെയും അപരനിൽ നിന്ന് ഉണ്ടാകുന്ന ഏതൊരു അസ്വസ്ഥതകളെയും കുരിശിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അത് ക്രൈസ്തവൻ്റെ വലിയ ആയുധമാണ്. വിശുദ്ധ കുരിശിൽ പൂർണ്ണമായും സമർപ്പിക്കുക. നമ്മുടെ ഓരോ ദിനവും വിശുദ്ധ കുരിശുവരയിൽ നിന്നും ആരംഭിച്ച് വിശുദ്ധ കുരിശുവരയിൽ അവസാനിക്കുന്ന ആയിരിക്കട്ടെ നമ്മുടെ ജീവിതങ്ങൾ ഓരോന്നും. ആ കുരിശിൽ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ സംരക്ഷണം അവിടെ നിന്നാണെന്ന് ഉറക്കെ പറഞ്ഞ് കടന്നു വരുന്ന ജീവിതത്തിൻ്റെ ഓരോ കുരിശുകളെയും സഹനങ്ങളെയും ഈ കുരിശിൻ്റെ സംരക്ഷണത്തോടുകൂടി നേരിട്ട് രക്ഷയിലേക്ക്, കൃപയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം ദിവ്യകാരുണ്യ മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായും കൊടുക്കാൻ പ്രിയം നിറഞ്ഞവരെ. നമ്മുടെ ഏറ്റവും വലിയ ആയുധം വിശുദ്ധ കുരിശാണ് എന്നുള്ള ആഴമേറിയൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. ആ കുരിശിൽ നമ്മൾ അഭയം കണ്ടെത്തിയില്ല എങ്കിൽ, വിശുദ്ധ കുരിശിൽ നമ്മൾ സംരക്ഷണം കണ്ടെത്തിയില്ല എങ്കിൽ, നമ്മൾ കൊച്ചു കൊച്ചു ചെറിയ ആയുധങ്ങളെ ആശ്രയിക്കും, ഉടവാളുകളെ. അതെല്ലാം തന്നെ എൻ്റെ കൂടെയുള്ളവർക്ക്, ഞാൻ കണ്ടുമുട്ടുന്നവരിലേക്കെല്ലാം മനസ്സിനും ശരീരത്തിനും ക്ഷതവും മുറിവുകളും അസ്വസ്ഥതകളും നൽകി കടന്നുപോയി ബന്ധങ്ങളിൽ അകൽച്ചകളായത് മാറുന്നു. അത് നമുക്ക് ദൈവകൃപയ്ക്ക് വലിയ തടസ്സമായി തീരുകയും ചെയ്യുന്നു. ഒരു നിമിഷം ദിവ്യകാരുണ്യ മുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശുവേ, അങ്ങയുടെ വിശുദ്ധ ബലിയുടെ യോഗ്യതയാലും അങ്ങയുടെ തിരുനാമത്തിൻ്റെ ശക്തിയാലും കുരിശിൻ്റെ മുദ്രയാലും വചനത്തിൻ്റെ അഭിഷേകത്താലും തിരു രക്തത്തിൻ്റെ യോഗ്യതയാലും അങ്ങയുടെ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും എല്ലാ വിധത്തിലുള്ള അസ്വസ്ഥതകളിൽ, ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങൾ
ഞങ്ങൾ പൂർണ്ണമായി അങ്ങ് മോചിപ്പിക്കണമേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. 70 ഇരട്ടി എരിയും ചൂളയിൽ തള്ളിയാലും എരിയുകില്ല, ഞാൻ വേവുകില്ല. ചൂളയിൽ എന്റെ കൂടെ ഇറങ്ങും അവൻ, പതറുകില്ല, ഞാൻ ഭയപ്പെടില്ല. ഹിമമാക്കും ദൈവമവൻ. യഹോവ യഹോവ യഹോവയാണെന്റെ ദൈവം. യഹോവ യഹോവ ആരിലും ശക്തനാക്കുന്നവൻ. 70 ഇരട്ടി എരിയും ചൂളയിൽ തള്ളിയാലും എരിയുകില്ല, ഞാൻ വേവുകില്ല. ചൂളയിൽ എന്റെ കൂടെ ഇറങ്ങും അവൻ, പതറുകില്ല, ഞാൻ ഭയപ്പെടില്ല. ഹിമമാക്കും ദൈവമവൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.